കോട്ടയം ലോക്സഭാ മണ്ഡലം കൈവിട്ടതോടെ കേരള കോൺഗ്രസ് എം നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ്. കോട്ടയത്ത് 2019 UDF-നൊപ്പം നിന്ന് ജയിച്ചു കയറിയതാണ് കേരള കോൺഗ്രസ് എം. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിട്ട് LDF-ലേക്ക് വന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. സ്വന്തം മണ്ഡലമായ പാലയിൽ ജോസ് കെ മാണി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. റോഷി അഗസ്റ്റിനിലൂടെ മന്ത്രിസ്ഥാനം ലഭിച്ചെങ്കിലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് മുന്നണി മാറ്റം സമ്മാനിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും തോമസ് ചാഴിക്കാടൻ ഫ്രാൻസിസ് ജോർജിന് വെല്ലുവിളിയായിട്ടില്ല. കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം വോട്ടിനാണ് തോമസ് ചാഴിക്കാടൻ ജയിച്ചത്. ഇവിടെയാണ് പൊരുതി നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം തോൽവി വഴങ്ങിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണെന്ന വിമർശനവുമായി LDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എം മുതിർന്ന അംഗവുമായ തോമസ് ചാഴിക്കാടൻ രംഗത്ത് വന്നിരുന്നു. കോട്ടയത്ത് നടന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരുന്നു വിമർശനം. പാലയിൽ നടന്ന നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശകാരിച്ചതടക്കം തിരിച്ചടിയായെന്നും അദ്ദേഹം ആ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് VN വാസവൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ട് പോലും ഇത്തവണ കിട്ടിയില്ല എന്നും തോമസ് ചാഴിക്കാടൻ യോഗത്തിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ പരാമർശം തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. റബ്ബറിന്റെ താങ്ങുവില, പാലാ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ, ചേർപ്പുങ്കൽ പാലം പൂർത്തിയാക്കൽ എന്നീ വിഷയങ്ങൾ പാലയിലെ നവകേരള സദസ്സിൽ സ്വാഗത പ്രസംഗത്തിൽ അന്നത്തെ MP ആയിരുന്ന തോമസ് ചാഴിക്കാടൻ ഉയർത്തിയിരുന്നു. ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചത് വലിയ ചർച്ചയായിരുന്നു. പരിപാടിയെക്കുറിച്ച് പലർക്കും വേണ്ടത്ര ധാരണയില്ല എന്നും പരാതി സ്വീകരിക്കൽ മാത്രമല്ല പ്രധാന കാര്യമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തൊട്ടു മുൻപ് പ്രസംഗിച്ച ചാഴിക്കാടൻ വിവിധ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരസ്യമായി ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. മണ്ഡലത്തിലെ CPM വോട്ടുകൾ LDF സ്ഥാനാർത്ഥിയായ തനിക്ക് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വിപരീത നിലപാടാണ് ജോസ് കെ മാണി സ്വീകരിച്ചത്. തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ CPI-യുടെ ശൈലി സ്വീകരിക്കേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾക്ക് ചോർത്തിയതിനെ ചൊല്ലിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ പോര് രൂക്ഷമാകുന്നത്. ഇത് സംബന്ധിച്ച പരാതി പോലീസിൽ എത്തിയതോടെ പാർട്ടിയിൽ ഭിന്നത മുറുകി. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചാഴിക്കാടൻ നടത്തിയ പ്രസംഗമാണ് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. നവകേരള സദസ്സ് വേദിയിൽ മുഖ്യമന്ത്രി തനിക്കെതിരെ നടത്തിയ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും CPM സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തനിക്ക് വോട്ട് ലഭിച്ചില്ല എന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നുമായിരുന്നു ചാഴിക്കാടന്റെ വാക്കുകൾ. എന്നാൽ യോഗശേഷം പാർട്ടി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രിക്കോ CPM-നോ എതിരായ പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്നാണ് ചാഴിക്കാടന്റെ പ്രസംഗം പുറത്തായത്. യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ ചോർത്തിയെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. സംഭവത്തിൽ CPM അതൃപ്തി അറിയിച്ചതോടെ ആര് ചോർത്തിയെന്ന് കണ്ടെത്താൻ സൈബർ പോലീസിൽ ഒരു വിഭാഗം പരാതി നൽകുകയായിരുന്നു. സംശയമുനയിലുള്ള ചില നേതാക്കളുടെ പേര് വിവരങ്ങളും പാർട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. 1979 മാണി ഗ്രൂപ്പ് പിറന്നത്. പക്ഷേ മിക്കവാറും കാലം ഒരേ മുന്നണിയിലായിരുന്നതിനാൽ ജോസഫ് ഗ്രൂപ്പുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നിട്ടില്ല. 2024 ആദ്യമായാണ് ഇരുവരും മുഖാമുഖം മത്സരിച്ചത്. 1991 PJ ജോസഫ് ഇടുക്കിയിൽ മത്സരിച്ചതാണ് ഒരു കേരള കോൺഗ്രസ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാന നേതാവ് തന്നെ അംഗത്തിലിറങ്ങിയ ഒരേയൊരു മത്സരം. പക്ഷേ സ്വന്തം ജില്ലയിൽ അദ്ദേഹം കോൺഗ്രസിലെ പാലാ KM മാത്യുവിനോട് തോൽക്കുകയായിരുന്നു. 2004 കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാരിൽ 1 വർഷം സഹമന്ത്രിയായ PC തോമസ് ആണ് കേരള കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്നെത്തി കേന്ദ്രമന്ത്രിയായ ഏകയാൾ. അന്ന് അദ്ദേഹം IFDP എന്ന പാർട്ടി ഉണ്ടാക്കി കേരള കോൺഗ്രസ് നാമപാരമ്പര്യം തന്നെ ഉപേക്ഷിച്ച് NDA മുന്നണിയിലാണ് മത്സരിച്ചതെന്നത് വേറെ കാര്യം. 2019 തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് കേരള കോൺഗ്രസിന് വേണ്ടി ആദ്യം ഇറങ്ങി. CPM-ലെ VN വാസവനെ തോൽപ്പിച്ച് UDF മണ്ഡലം കാത്തു. 2021 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് 5 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. അതിനാൽ തന്നെ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് എത്തിയത് കൊണ്ട് കാര്യമില്ല എന്ന വിലയിരുത്തലാണ് ഇടത് കേന്ദ്രങ്ങൾ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കാര്യമായ പ്രകടനം നടത്താനായില്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ മുന്നണിയിലെ ഭാവി തന്നെ കഷ്ടത്തിലാകും.